അപ്പോൾ ആദ്യം നമ്മൾ മഷ്റൂം ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ്. അതിൻ്റെ സ്റ്റെം ഇങ്ങനെ എടുത്തിട്ട് ആ സ്റ്റെമ്മിൻ്റെയും ഈ മഷ്റൂമിൻ്റെയും സ്കിന്ന് പീൽ ചെയ്തെടുക്കണം. അതിനകത്തൊരു ബ്ലാക്ക് കളർ സാധനം കാണും, പക്ഷേ അത് നമ്മൾ എടുത്ത് കളയേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഷ്റൂം നന്നായിട്ട് അതിലൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം സാധാരണ വെള്ളത്തിൽ കൂടെ ഒന്ന് കഴുകിയെടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ഈ മഷ്റൂം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി നമ്മൾ ആവശ്യമുള്ള മലക്കറികളും അരിഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ 100 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിന് പാകമായിട്ട് ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ സവാള, ഇത് ഇത്രയും കൂടെ നമ്മൾ അരിഞ്ഞെടുക്കുന്നു. ഇവിടെ നമ്മൾ ചോപ്പറിലാണ് അരിഞ്ഞെടുത്തത്. ഇനി നമ്മൾ ബട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും മഷ്റൂമും ബാക്കി മലക്കറിയും എല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കാം. കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് വേണം വേവിക്കാൻ. 10 മിനിറ്റ് വരെ മൂടി വെച്ച് വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ മസാലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഒരുപാട് എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നതാണ്. പിന്നെ ക്യാപ്സിക്കം ആഡ് ചെയ്യാൻ വേണമെങ്കിൽ അത് ഓപ്ഷനിലാണ്. അപ്പോൾ ഇവിടെ അധികം എരിവ് വേണ്ടതുകൊണ്ടാണ് ചിക്കൻ മസാല മാത്രം ആഡ് ചെയ്തത്. പിന്നെ കൂടാതെ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മല്ലിയിലൊക്കെ കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി നമ്മളൊന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി 2-3 ബ്രെഡ് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മാവ് കുഴക്കേണ്ടതാണ്. അതിനായിട്ട് 3 സ്പൂൺ മൈദാമാവ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും, ഇത് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മാവൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെജിറ്റബിൾസിൻ്റെയൊക്കെ ആ ഒരു മിക്സ് അത് നമുക്കിങ്ങനെ ഉരുളയാക്കി എടുക്കാം. ഒപ്പം തന്നെ ഒരു 3-4 ബ്രെഡ് എക്സ്ട്രാ കൂടെ നമ്മൾ പൊടിച്ച് വെച്ചേക്കണം. ഇനി നമ്മൾ എണ്ണ തിളപ്പിക്കേണ്ടതാണ്. അതിനുശേഷം ഈ ഉരുളയാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ ആ മൈദാമാവിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്നതാണ്. 2 സൈഡ് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാവുന്നതാണ്. കട്ട്ലറ്റ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കട്ട്ലറ്റ് പൊതുവേ ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഈ മഷ്റൂം കട്ട്ലറ്റ് എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഈവനിങ് സ്നാക്സിന് സൂപ്പറാണ്. വയറ് നിറയുകയും ചെയ്യും. അതുപോലെ തന്നെ വെജിറ്റബിൾസും മഷ്റൂമും ഒക്കെ ഉള്ളപ്പം അത് ഹെൽത്തിന് നല്ലതുമാണ്. അപ്പോൾ ഈ രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം വരെ. ബൈ.